ജനങ്ങളുടെ മനസ്സിൽ കെട്ടടങ്ങി കഴിഞ്ഞെങ്കിലും വീണ്ടും സജീവമായി നിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു വിഫല ശ്രമം നടത്തും. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. വീണ്ടും വീണ്ടും ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉന്നയിക്കാനും എന്നും ഇതിന്റെ പേര് വിവാദം ഉണ്ടാക്കാനുമായിട്ടുള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നുണ്ടെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു വർഷമാണ് ഇനി തെരഞ്ഞെടുപ്പിനുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, അസംബ്ലി തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി നിരന്തരമായി ഇത്തരം ഗൂഢാലോചനയും ഇത്തരം നിലപാടുകളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. ഇതിന്റെ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ളതല്ലേ. ഇപ്പോ കേന്ദ്ര ഏജൻസി ഇപ്പൊ ഇവിടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു. നാടാകെ അതിന്റെ അലകളുണ്ട്. വളരെ ആവേശകരമായിട്ടാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ അതെല്ലാം കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് CPM-നെതിരായിട്ട് ഇപ്പോൾ പുതുതായിട്ട് എടുത്തുതരാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന് അനുമതി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതൊന്നും കോടതിയിൽ നിലനിൽക്കുന്നതല്ല. വിജിലൻസ് അന്വേഷണം കഴിഞ്ഞ് കോടതി കേസെടുക്കാൻ ആവശ്യമായിട്ട് യാതൊന്നും ഇതിലില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ അവസരത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അറിയില്ല എന്ന് പറഞ്ഞില്ല, വിഷയം അറിയില്ല. വേറെന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഓണാശംസകൾ.